അനധികൃതമായി പണം കണ്ടെത്തിയ കേസിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് തിരിച്ചടി. അന്വേഷണം ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീം കോടതി തള്ളി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ അന്വേഷണത്തിന് ലോക്സഭാ സ്പീക്കർ രൂപീകരിച്ച പാർലമെന്ററി കമ്മിറ്റിയുടെ സാധുതയെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനാണ് ചേരുന്നത്. ജിഷ്ണു, ഇപ്പോൾ നിലവിൽ അലഹാബാദ് ഹൈക്കോടതിയിലാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ ഉള്ളത്. വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ. നീലിമ, സുപ്രീം കോടതി കൊളീജിയം ഇടപെട്ടുകൊണ്ടായിരുന്നു ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റിയത്. പക്ഷേ അന്വേഷണം തുടരുകയായിരുന്നു. ലോക്സഭാ സ്പീക്കർ 3 അംഗ സമിതിക്ക് രൂപീകരിക്കുകയും ആ സമിതി അന്വേഷണം തുടരുകയും പ്രാഥമിക റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ആ അന്വേഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ സുപ്രീം കോടതി നിലവിൽ വാദം കേട്ട ശേഷം ഇന്നിപ്പോൾ യശ്വന്ത് വർമ്മയുടെ ആവശ്യവും ഹർജിയും തള്ളിയിരിക്കുകയാണ്. യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ വർഷം 2025 മാർച്ചിലാണ് ഇത്തരത്തിൽ വൻതോതിൽ കറൻസികൾ കണ്ടെത്തിയിട്ടുള്ളത്. അനധികൃത പണം എങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു എന്നത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം വേണം എന്നുള്ളത് സുപ്രീം കോടതി കൊളീജിയം വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് 2025 ഓഗസ്റ്റിലാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള യശ്വന്ത് വർമ്മയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കാൻ 3 അംഗ സമിതിയെ നിയോഗിച്ചത്. ഈ സമിതി പണം വന്നത് സംബന്ധിച്ചും അതിൻ്റെ വിശദാംശങ്ങൾ സംബന്ധിച്ചും അന്വേഷണം തുടരുകയും ഒരു പ്രാഥമിക റിപ്പോർട്ട് ഇതിനോടകം സ്പീക്കർക്ക് നൽകുകയും ചെയ്തിരുന്നു. അതിനിടയിലായിരുന്നു സ്പീക്കർ നിയോഗിച്ച അന്വേഷണ സമിതിയുടെ നിയമസാധുത ചോദ്യം ചെയ്തുകൊണ്ട് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ സുപ്രീം കോടതിയെ സമീപിച്ചത്. നിലവിൽ രാജ്യത്തെ പരമോന്നത നീതിപീഠം യശ്വന്ത് വർമ്മയുടെ ഹർജി തള്ളിയിരിക്കുകയാണ്. നീലിമ. ജിഷ്ണു, അങ്ങനെയെങ്കിൽ ഇംപീച്ച്മെന്റ് നടപടികളിലേക്ക് അടക്കം പോകാവുന്ന ഒരു വഴിയാണോ തുറന്നിരിക്കുന്നത് ഇപ്പോൾ? ദിലിമ, ഗുരുതരമായ കുറ്റകൃത്യമാണ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ ആരോപിച്ചിട്ടുള്ളത്. ഇംപീച്ച്മെന്റ് ഉൾപ്പെടെയുള്ള നടപടികൾ എന്ന് പറയുമ്പോൾ കൊളീജിയത്തിന്റെ അന്തിമ റിപ്പോർട്ടും ഒപ്പം ഇപ്പോൾ നിലവിൽ സ്പീക്കർ ഓം ബിർള നിയോഗിച്ചിട്ടുള്ള 3 അംഗ സമിതിയുടെ അന്തിമ ശുപാർശ അനുസരിച്ച് അത്തരം നടപടികളിലേക്ക് കടക്കാവുന്നതാണ്. അത്തരം നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ളത് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. നിലവിൽ കനത്ത തിരിച്ചടി തന്നെയാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. ഭാവിയിൽ നീലിമ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇംപീച്ച്മെന്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നതിന് നിയമ വഴി തുറന്നിരിക്കുകയാണ്. ഈ സ്പീക്കർ നിയോഗിച്ച സമിതിയുടെ നിയമസാധുത ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ജസ്റ്റിസ് യശ്വന്ത് വർമ്മ കോടതിയെ സമീപിച്ചത്. ഒരു ജഡ്ജിക്കെതിരെ ഇത്തരത്തിൽ പാർലമെന്റിന്റെ അന്വേഷണം ഉണ്ടാകാൻ സാധിക്കുമോ എന്നുള്ളത് സംബന്ധിച്ച് വിശദമായ വാദം സുപ്രീം കോടതിയിൽ നടക്കുകയും ചെയ്തു. ആ വിശദമായ വാദത്തിനൊടുവിൽ സ്പീക്കർ നിയോഗിച്ച 3 അംഗ സമിതിയെ അതിന്റെ സാധുത, നിയമസാധുത ശരിവെച്ചുകൊണ്ടാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഹർജി സുപ്രീം കോടതി തള്ളിയിട്ടുള്ളത്.